കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ സമുദായത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അതാണ്. അറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ ഗൾഫിൽ വെച്ചുകൊണ്ട് അഡ്നോക്കിന്റെ വിസയിൽ ഗൾഫിലേക്ക് കയറിയ അനാഥകളായ മക്കളോ അഗതികളായ മക്കളോ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ തൊഴിൽ കൊടുത്ത യതീമുകളാണ്. പെരിന്തൽമണ്ണക്കടുത്തുള്ള ചുമട്ടു തൊഴിലാളിയായ ഒരു സഹോദരന്റെ കുടുംബം അതാ പട്ടിണി പാവങ്ങളായ കുടുംബമാണ്. ആ കുടുംബത്തിൽ കുടുംബനാഥനതാ പെട്ടെന്ന് അതാ വണ്ടിയിൽ നിന്ന് വീണ് മരണപ്പെടുകയാണ്. പരിസരത്തെ സുന്നത്തിയമായതിന്റെ പ്രവർത്തകന്മാര് ആ ഉമ്മയുടെ മക്കളെ മർക്കസിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. കാന്തപുരം ഉസ്താദ് അവർക്ക് അറിവ് കൊടുത്തു, അന്നം കൊടുത്തു, ആഹാരം കൊടുത്തു വളർത്തുകയാണ്. അഡ്നോക്കിന്റെ വിസയിൽ മിടുക്കനായ വിദ്യാർത്ഥി ഗൾഫിലെത്തുകയാണ്. അഡ്നോക്കിന്റെ ഓഫീസിൽ സുന്ദരമായ ജോലി കിട്ടുകയാണ്. ആദ്യമായി തന്റെ കയ്യിലേക്ക് 50,000 ശമ്പളത്തിന്റെ നോട്ടുകെട്ടുകൾ എത്തുമ്പോൾ തനിക്കാദ്യമായി കിട്ടിയ നോട്ടുകെട്ടുകള് തന്റെ ജീവിതത്തിൽ പൊറ്റുപിതാവായി നിന്ന് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലൊന്ന് കൊടുക്കാൻ ദുബായിലെത്തിയ ഉസ്താദിന്റെ കയ്യിലേക്ക് ആ നോട്ട് കൊടുക്കുമ്പോൾ ഉസ്താദ് പറയുന്നു, മോനെ, നിന്റെ മാതാവ് 1000 നോട്ട് കണ്ടിട്ടില്ല, അത് നിന്റെ ഉമ്മക്ക് അയച്ചു കൊടുക്കൂ. ഇതാണ് കാന്തപുരം ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാവടക്കിക്കൂടെ മുസ്ലിമേ? സാധാരണ മുസ്ലിം ചെറുപ്പക്കാരാ, ഞങ്ങൾ ഈ തർക്കം ആഗ്രഹിക്കുന്നവരല്ല, ഞങ്ങൾ ഈ വിവാദങ്ങൾ കൊതിക്കുന്നവരല്ല. പക്ഷേ ദീനിനു വേണ്ടി ഖിദ്മത്തെടുക്കുന്ന, സമുദായത്തിനു വേണ്ടി ഉറക്കൊഴിക്കുന്ന, അതിനുവേണ്ടി ആക്ഷേപം സഹിക്കുന്ന, താടിയും മുടിയും നിറച്ച വന്യവയോധികരായ ഞങ്ങളെ ബഹുവന്യരായ ശൈഖുന എന്തിനാ അദ്ദേഹത്തിന്റെ മാംസം ഇങ്ങനെ ഭക്ഷിക്കുന്നത്? നിങ്ങൾക്ക് സമുദായത്തിൽ ഉപകാരമുള്ളത് ചെയ്തുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ പിന്നീട് ആ മകൻ നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തിയ ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ കൂട്ടി മർക്കസിലെത്തുമ്പോൾ അതാ ആ ഉമ്മ പറയുന്നു, ഉസ്താദേ, അയൽവക്കത്തെ അടുക്കളയിൽ പാത്രം കഴുകി എന്റെ മക്കളെ വളർത്തുമ്പോൾ എന്റെ മക്കൾ മാംസം കഴിച്ചിട്ട് ദിവസം കുറേയായി. എനിക്ക് കിട്ടിയ തുച്ഛമായ വരുമാനം കൊണ്ട് ഞാനൊരു ദിവസം അല്പം മാംസം വാങ്ങിക്കൊണ്ടുവന്നു എന്റെ അടുക്കളയിൽ വെച്ച് അടിച്ചു വരാൻ പോയപ്പോ ഭദ്രമായ വാതിലുകളില്ലാത്ത, കെട്ടുറപ്പില്ല വീടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അടിച്ചുവേറി വന്നപ്പോഴേക്ക് എന്റെ അടുക്കളയിൽ എന്റെ മക്കൾക്ക് പാത്രം കഴുകിയ കാശ് കൊണ്ട് വാങ്ങിയ മാംസം അതാ പട്ടിയെടുത്തുകൊണ്ടുപോയി. അന്ന് ഞാൻ അനുഭവിച്ച വേദനയുണ്ട്. ഇന്ന് ഞാൻ സുന്ദരമായ വീട്ടിലാ അന്തി ഉറങ്ങുന്നത്. എനിക്ക് ഭക്ഷണത്തിന്റെ സങ്കടമില്ല. എന്റെ മക്കളെ കുറിച്ച് എനിക്കൊരിക്കലും ആശങ്കയില്ല. അതുകൊണ്ടാ ലോകം കാന്തപുരം ഉസ്താദിന് അബുൽ ലൈതാം എന്ന് പറഞ്ഞത്. അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹഖദാ, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗലോകത്ത് ഇപ്രകാരമാണെന്ന് തന്റെ 2 കൈകൾ ഉയർത്തി കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ പിന്തുണ കാന്തപുരം ഉസ്താദിനുണ്ട് എന്നത് ഞങ്ങളുടെ അവകാശവാദമല്ല. സയ്യിദ് മുഹമ്മദ് അലവി മാലിക് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ സത്യമാണ്. ബഹുമാനനായ അഹമ്മദ് ഖസറജി അവിടുന്ന് പറഞ്ഞു, ഞാനിത് തരുന്നത് കാശിന്റെ പേരിലല്ല. അമ്പലക്കടവ് തന്നെ പറഞ്ഞില്ലേ, അഹമ്മദ് ഖസറജിക്ക് കൊടുക്കാനുള്ള കാശ് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അഹമ്മദ് ഖസറജിയാണ് പറയുന്നത്, സഖാഫിമാരല്ല, അഹ്സനിമാരല്ല, സഅദിമാരല്ല. സാക്ഷാൽ അഹമ്മദ് ഖസറജി പറയുകയാണ്, ബിഅംദിൻ മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാനിത് കൊടുക്കുന്നതെന്ന് സ്വപ്നത്തിലൂടെ ഹബീബ് എനിക്ക് വിവരം തന്നു എന്നത് സഹോദര
സഹോദരന്മാരെ, സത്യമാണെന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ലോകത്തിന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അങ്ങനെ പറയേണ്ട കാര്യം ഖസ്റജിക്കുണ്ടോ? ഹബീബിന്റെ പേരിൽ ഒരു കള്ളുകുടിയൻ പോലും കള്ളം പറയില്ലല്ലോ. ഹബീബിന്റെ പേരിൽ ഒരു വൃത്തികെട്ട വ്യഭിചാരി പോലും കള്ളം പറയില്ലല്ലോ. എന്തിനാ ഞങ്ങളത് വിശ്വസിക്കേണ്ട കാര്യോ? വിശ്വാസമില്ലാത്തവർ മിണ്ടാതിരുന്നോ ഞങ്ങൾക്ക് ആക്ഷേപമില്ല. സ്വപ്നം കാണൂല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട തേന മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുറ്റപ്പെടുത്തലല്ലേ ഇത്? അവിടുത്തെ പേരമക്കളിൽ പ്രധാനിയായ സൈനുദ്ദീൻ ബാഖവി എഴുതിയ തേനുസ്താദിനെ കുറിച്ചുള്ള ബുക്കിൽ പോലും അവിടുന്ന് ഓതാൻ പോയത് പോലും അള്ളാന്റെ ഹബീബ് സ്വപ്നം കാട്ടിയിട്ട അവിടുന്ന് ഉസ്താദിനെ തെരഞ്ഞെടുത്തത്, കോളേജ് തെരഞ്ഞെടുത്തത്, സ്ഥാപനം തെരഞ്ഞെടുത്തതെന്ന് അതാ തേനുസ്താദിനെ കുറിച്ച് എഴുതിയിട്ടില്ലേ? അതേ ഹബീബ് സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുക്കുമെന്നും ആ നിർദ്ദേശം മുസ്ലിം സമുദായം നടപ്പിലാക്കണമെന്നും തേന മുസ്ലിയാരുടെ ചരിത്രത്തിലില്ലേ?